ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം വാക്ക് വിത്ത് അസ്. അപ്പം നമ്മൾ ഇന്ന് ദുബായിലെ ഒരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ദുബായ് ഇന്റർനാഷണൽ ബോട്ട് ഫെസ്റ്റ് 2024 അത് കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ എൻട്രി ഫീ വരുന്നത് 40 ദിർഹംസ് ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ബോട്ട് പിന്നെ ഫിഷിംഗ് ആക്സസറീസ്, അങ്ങനെ അതിന് റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ റേസിംഗ് സൈക്കിൾസ്, റേസിംഗ് കാർഡ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതുപോലത്തെ സ്കൂട്ടറിൻ്റെ കളക്ഷൻ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ടൈപ്പേ ഉണ്ടായിട്ടുള്ളൂ. ഇതുപോലെ കുറേ കളർ കോമ്പിനേഷനിൽ ബ്രാൻഡിൻ്റെ നെയിം കറക്റ്റ് അറിയില്ല, ഡെൻഡലിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ തന്നെ മോഡൽസ് ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ യാറ്റ്സ്, സ്പീഡ് ബോട്ട്സ്, അതൊക്കെയായിരുന്നു മെയിൻ. ഇതുപോലെ ടി വിയിൽ ഫിഷിംഗ് ആക്സസറീസ്, ബോട്ടിലൂടെ പോയിട്ട് എങ്ങനെ അത് പിടിക്കാമെന്നൊക്കെ ഉള്ളത് വളരെ നീറ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു മൊത്തം. ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ ചുറ്റുപാട് അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ, അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇതുപോലെ വെള്ളത്തിലൂടെ പോകുന്ന കൂടുതൽ ബോട്ട്സ് വെള്ളത്തിലൂടെ പോകുന്നതായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായത്. പിന്നെ നമ്മുടെ കാർസ്, സൂപ്പർ കാർസ്, ഹൈപ്പർ കാർസ്, അതായത് ബുഗാട്ടി, ലംബോഗിനി, മെർസിഡീസ് ബെൻസ്, മെക്ലാരൻ, അങ്ങനെ ഒരു VIP റേഞ്ചിലുള്ള വണ്ടീസ് കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നു. നമ്മൾ ലൈവായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലക്ഷറി, ആ ഒരു ഫീൽ നമുക്ക് കിട്ടിയിരുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഈ ഒരു റേഞ്ച് കാർസൊക്കെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ലുക്കായിരുന്നു. പിന്നെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ, ദുബായിൽ ഈ ഫെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ മല്ലൂസിനെ ആയിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. വർക്കേഴ്സ് ആയാലും സ്റ്റാഫ്സ് ആയാലും കൂടുതൽ നമ്മുടെ മലയാളീസ് ആയിരുന്നു അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായത്. പിന്നെ കാറിൻ്റെ പല വെറൈറ്റി മോഡൽസ് ആണ് ഉണ്ടായിട്ടുണ്ടായത്. കുറേ എന്നിൻ്റെ പേര് അറിയില്ല, കുറച്ചൊക്കെ അറിയില്ല. ഇതുപോലെ റേസിംഗ് കാർസ്, ബഗ്ഗീസ് ഒക്കെ പോലത്തെ നമുക്കിത് ഇതുപോലെ ഇരുന്നിട്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കളിച്ച് ഗെയിമൊക്കെ പോലെ കളിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാത്തിൻ്റെയും പല വെറൈറ്റി മോഡൽസ് ഉണ്ടായിരുന്നു. മീൻസ് ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു, എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ കുറേ ബോട്ട്സ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു മിനിയേച്ചർ, അതായത് ഒരു ഹൗസിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ വാട്ടറിൽ അത് അവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പോലീസിൻ്റെ, അത് വാട്ടറിലൂടെ പോകാൻ പറ്റുന്ന പോലീസിൻ്റെ വെഹിക്കിൾ, അതിൻ്റെ ഒരു മോഡലും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഫിഷിന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്, ദുബായ് ഇന്റർനാഷണൽ മെറൈൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ എനിക്ക് തോന്നുന്നു പ്രൈസിൻ്റെ ഒരു സിമ്പിൾ വെച്ചിട്ടുണ്ട്. മേ ബി റേറ്റ് ഇട്ടിട്ട് അത് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചതായിരിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറ്റിയിട്ട് നമുക്കറിയില്ല. പിന്നെ ഇതൊക്കെ മോസ്റ്റ് ഓഫ് ഇതും സെയിലിനിട്ടതാണ്, പുതിയ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് യാർഡ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഫുള്ള് യാർഡ്സ് ആണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സെയിലിന് വേണ്ടിയിട്ട് വെച്ചതാണ് പുതിയ മോഡൽ. ഇത് കണ്ടോ, ജയൻറ്റ് വീല്, അത് വേൾഡിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ജയൻറ്റ് വീലാണ് നിങ്ങളിപ്പം കണ്ടത് അവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൾക്കാർ കുറവൊന്നും ആയിരുന്നില്ല, ആവശ്യത്തിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കുമല്ലോ കൂടുതലും വരിക. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു ബോട്ടിൽ പ്രോഗ്രാംസും കാര്യങ്ങളും പാർട്ടീസൊക്കെ, ഇത് അടിപൊളിയായിരുന്നു. ഞാൻ പറയില്ല, മിനിയേച്ചർ വേർഷൻ പോലെ ഒരു വീട് വെള്ളത്തിൽ, അയ്യോ സൂപ്പറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ലക്ഷറി ഫീല് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കയറാൻ പറ്റും, പക്ഷെ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ അത്യാവശ്യമാണ് കയറണ്ടെങ്കിൽ. ഇവിടെയായിരുന്നു ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ കയറി കണ്ട് നോക്കിയിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പും കാര്യങ്ങളും ഭംഗിയും ഇതൊക്കെ എല്ലാം ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പൊക്കെ എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ് ആയിരുന്നു. ഒന്നും ഒരുപോലെയല്ല, എല്ലാം ഒന്ന് കാണുന്ന പോലെയല്ല മറ്റേത് ഒക്കെ അത്രയും ഡിഫറെൻ്റ് ആയിരുന്നു. കളർ കോമ്പിനേഷനും അതിൻ്റെ എന്താ പറയുക ടൈപ്സ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്പ്ലേയിലൊക്കെ എല്ലാം കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇന്നർ സൈഡും അതിൽ ഉള്ള എന്തൊക്കെ മോഡുലേഷൻസ് ഉണ്ട്, കാര്യങ്ങൾ എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് ഇതുപോലെ ആൾക്കാർ വളരെ നീറ്റ് ആൻഡ് ഇതായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, യാർഡ്സ് കുറേ ഈ സൈഡിൽ കുറേ വെച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് പ്രീമിയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല നെയിംസിലായിട്ട് സ്റ്റാർഡം എന്ന് പറയുന്നത് ഇതിലാണ് പാർട്ടി നടക്കുന്നുണ്ടായത്. ആരോ ഓർഗനൈസ് ചെയ്ത പാർട്ടിയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മൂവ് ഇപ്പം നിന്നിട്ടാണ് ഉള്ളത് വെള്ളത്തിൽ, ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടാണ് പാർട്ടി നടക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കീപ്പ് ഓൺ സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ബൈ.